ഇപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു രഹസ്യമായിട്ട് പറയുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് മറ്റൊരു രഹസ്യ അറയുണ്ട്. ആ അറയിലായിരുന്നു പണ്ട് പൂജയും കാര്യങ്ങളും എല്ലാം നടന്നിരുന്നത് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അറ യഥാർത്ഥത്തിലുണ്ടോ? ഉണ്ട്. 80 വർഷങ്ങളായി ഇപ്പോൾ അത് പൂട്ടിയിരിക്കുന്നു. ആ അറയിലാണ് അമ്മ ശരിക്കും സാക്ഷാൽ പ്രതിഷ്ഠ പടിഞ്ഞാട്ടാണ്. പൊന്നു ശ്രീ പീഠത്തുമ്മ അരമുറിക്ക് വലിയ ശ്രീ പീഠത്തുമ്മ കാലം വെച്ച് പടിഞ്ഞാറ് പാൽക്കടൽ നോക്കിയിരിക്കുകയാണ് അമ്മ. അതിലാണ് ശ്രീ മഹാമേരു ചക്രവും ശ്രീ ചക്രവും സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് വരാനുള്ള വഴിയാണ് കിഴക്കേ നിറയിലുള്ള കരിങ്കല്ലുകൊണ്ട് കെട്ടിയേക്കുന്നതിൻ്റെ ഉള്ളിൽ കീഴ്പോട്ട് നടന്നു വരാവുന്ന ഗുഹ. അതൊക്കെ ഇപ്പോൾ ഇടിഞ്ഞ് എല്ലാം പോയി. എന്തുകൊണ്ടാണ് ഇപ്പോൾ അറ ആരും നോക്കാതെ കാണാതെ? അത്രയും പഠിച്ചവരൊന്നുമില്ല. ഇന്നത്തെ ഒരു ബിസിനസ് അല്ലേ, ഇന്നൊരു കച്ചവട മാർഗ്ഗമല്ലേ ഇത്. അത്രയും ത്യാഗം കൊണ്ട് പഠിച്ച് അതിനു വേണ്ടി പൂജ ചെയ്യാൻ പറ്റിയിരുന്ന ആരാ ഉള്ളത്? എന്ന് പറയുമ്പോൾ 4 തന്ത്രിമാർ ക്ഷേത്രത്തിനുണ്ട്. ആരും മതി. 80 വർഷമായി അടച്ചു. അപ്പോൾ ഇത് തുറക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ? ഇനി ഇത് തുറക്കാനൊരു വഴി വെച്ചിപ്പോൾ ഇത് സർക്കാരാണല്ലോ നടത്തുന്നത്. കാവുതിൻ്റെ നടടച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് രഹസ്യ പൂജ നടക്കുന്നത് അതിലൂടെയാണ്. ഒരു തീവെട്ടി വില്യംപുരം മരിക്കുകയും വരെയും ചെയ്തിട്ട് ഒരു ദേവപ്രശ്നത്തിന് തയ്യാറാവുന്നില്ലല്ലോ. എന്തെല്ലാം ചെയ്യരുന്നത് ദേവപ്രശ്നത്തിൽ കണ്ടു. അത് തന്നെയാണ് ഇവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കൊടുങ്ങല്ലൂർ അമ്മയെ പൂജ ചെയ്യുന്ന അടികളുടെ കുടുംബവും നശിച്ചു. കോഴിക്കോട് ജില്ലയിൽ കടലുണ്ടിയിൽ അവർ 35 കുടുംബക്കാരുടെ പരദേവത സ്ഥാനം ഉണ്ടായിരുന്നു. ഇവർ ജോലിക്കാരും വലിയ വലിയ ജോലിക്കാരൊക്കെ, വിദേശത്ത് ജോലിക്കാർ, പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയപ്പോൾ പരദേവതനെ തിരിഞ്ഞു നോക്കിയില്ല. ക്ഷേത്രം ഇടിഞ്ഞു, വിഗ്രഹത്തോടുകൂടി മേൽക്കൂരി ഇടിഞ്ഞു, വിഗ്രഹത്തിന്റെ മുകളിൽ വീണ് നശിച്ചു. അത് അവിടെ 5 മരണമാണ് കുടുംബത്തിൽ നടന്നത്. 5 മരണത്തിന് ശേഷം ഇവര് നല്ലൊരു പണ്ഡിതനായ ഒരാളെ കണ്ടപ്പോൾ പരദേവത ബാധയെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഒഴിവാക്കി നമ്മളെ സമീപിക്കുകയും ചെയ്തു. ഞാൻ അവിടെ സത്യത്തിൽ ചെന്നപ്പോൾ എനിക്ക് തന്നെ വിഷമായി പോയി. തൊട്ടടുത്ത വീട്ടുകാർ മീൻ കഴുകിയ വെള്ളം ഈ ക്ഷേത്രത്തിന്റെ മുകളിൽ കൊണ്ട് ഒഴുകി അമ്പലത്തിലേക്ക് ഒഴിക്കുകയാണ്. ഒരു മുസ്ലിംസ് ഏരിയയാണ് കടലുണ്ടി. ഞാൻ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പുതിയ ക്ഷേത്രം. അതിനകത്ത് മൂത്ത ആളുടെ വീട്ടിൽ, മൂത്ത ആളുടെ 2 മക്കൾ മരിച്ചു. ആ മൂത്ത ആളുടെ വീട്ടിൽ ക്ഷേത്രമുള്ള കണക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് ക്ഷേത്രം പണിത് രണ്ടാമത് കാണിപ്പയ്യൂരിൻ്റെ കണക്കിൽ പുതിയ വിഗ്രഹം ഉണ്ടാക്കി ഈ പഴയ വിഗ്രഹത്തിൽ നിന്നും പുതിയതിലേക്ക് ആവാഹിച്ച് ക്ഷേത്രം പ്രതിഷ്ഠ നടത്തി. ഇപ്പോൾ 3 കൊല്ലമായി ഗംഭീരമായിട്ട് ഉത്സവം കാര്യങ്ങൾ നടക്കുന്നു. കുടുംബങ്ങളിൽ ദുരിതങ്ങളുമില്ല. പഴയ വിഗ്രഹം നമ്മൾ കടൽ കൂടി പുഴയിൽ നമ്മൾ അത് ആ ചൈതന്യത്തെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് ബെസ്റ്റാണ്. അത് വെള്ളത്തിലൊഴുക്കി കളയാം. നിങ്ങൾ ചോദിച്ചല്ലോ, ഈ ആളുകൾ വിദേശത്ത് പോയി ഇതിനെ ആരാധിക്കാൻ ആളുകളില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആരാധിക്കാൻ ആളുകൾ ഉണ്ടാവണം. കാരണം ഈ ആളുകളെ വിദേശത്താക്കിയത് ഈ ഭഗവതിന്റെ അനുഗ്രഹമല്ലേ, അല്ലേ? സമ്പാദ്യം തരുന്നത് ഈ ഭഗവതി അല്ലേ? പിന്നെ നമുക്ക് ഒരു സാഹചര്യം ഒരാളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചടങ്ങുകൾ ലഘൂകരിക്കുക. ഇപ്പം നിത്യം വിളക്ക് വെക്കുന്ന സ്ഥലത്താണെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച അരി ഇതൊക്കെ ചാർത്തി മാസത്തിൽ സംക്രമത്തിനോ അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളിലോ മാത്രം വിളക്ക് വെക്കുന്ന രീതിയിലാക്കിയിട്ട് വർഷത്തിൽ എല്ലാവരും കൂടിയിട്ട് ഒരു കർമ്മം കൊടുക്കുന്നതിന് എല്ലാവരും പങ്കെടുത്ത് ചെയ്യാം. അഥവാ അങ്ങനത്തെ കേസ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം. അല്ലാണ്ട് ഇതിനാവാഹിച്ചിട്ട് ഒരിക്കലും കൊണ്ടുപോകരുത്. നിങ്ങൾ വിദേശത്തുള്ളവരൊക്കെ നാട്ടിലെത്തും, ഒരു സംശയവും ഇല്ല. ഇത് കേൾക്കുന്ന എല്ലാവരും അനുഭവമായിരിക്കും. ഇത് ആരൊക്കെ ധർമ്മദൈവത്തിന് ഉപേക്ഷിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ദുരിതയുള്ളൂ. അവർ ഒരമ്പലത്തും പോയിട്ട് കാര്യമില്ല. കൊടുങ്ങല്ലൂർ അങ്ങനെ വരുന്ന എത്രയോ കണക്കിന് ആൾക്കാരുണ്ട്. കൊടുങ്ങല്ലൂരേക്ക് സമർപ്പിച്ച് ആ ഭഗവതീൻ്റെ ദുരിതം പറ്റി കൃത്യമായിട്ട് ഇവിടെ പ്രായച്ചിത്തം ചെയ്യാൻ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവരൊക്കെ കൃത്യമായിട്ട് നല്ലൊരു ജ്യോതിഷനെ കൊണ്ടൊരു താമ്പൂലം വെപ്പിച്ച് ഈ കൃത്യമായിട്ട് ഈ ചൈതന്യങ്ങൾ എന്തൊക്കെ ഉണ്ടായിരുന്നു അതിനെ ലഘുവായിട്ട് കുടിയൊപ്പ സമ്പ്രദായത്തിൽ പ്രതിഷ്ഠ നടത്താം. അത് ആര് ചെയ്യണം? അതാത് സമുദായത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ ചെയ്യണം. അല്ലാണ്ട് പുറത്തുള്ള ഒരു നമ്പൂതിരിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാൻ വെക്കാം. ഒരു നമ്പൂതിരിമാരൊന്നും ശ്രേഷ്ഠന്മാരൊന്നുമില്ല, മനസ്സിലായോ? എല്ലാ ജാതിക്കും അതിൻ്റെതായതുണ്ട്. ഇന്ന് നമ്പൂതിരിമാർ മാത്രം ശ്രേഷ്ഠം എന്നൊന്നുമില്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനുള്ളവെന്നാണ്, അല്ലാണ്ട് നമ്പൂതിരി അല്ല. അങ്ങനെയാണെങ്കിൽ ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒന്നും നമ്പൂതിരി അല്ലേ? ആണോ? ബ്രാഹ്മണന്മാരാണ്. കൗള ബ്രാഹ്മണന്മാരുണ്ട്. പഞ്ചമകാരങ്ങളൊക്കെ വെച്ച് പൂജിക്കുന്നവരും ബ്രാഹ്മണന്മാർ തന്നെയാണ്. ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ ബ്രഹ്മചാരിയും ബ്രഹ്മത്തിനെ ഉൾക്കൊണ്ടവൻ ബ്രാഹ്മണൻ തന്നെയാണ്. അല്ലാണ്ട് അത് ജാതി ചിന്തയിലല്ല, പൂനൂലിട്ടവനായതുകൊണ്ടല്ല. അത് നമ്മളെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഇവിടെ കാളി വിളിച്ചാൽ വിളിപ്പുറത്ത് ഓരോരാൾ അതായത് ശ്രേഷ്ഠമായിട്ടുള്ള ആരാധനകൾ. ഈ നമ്പൂരിമാരില്ലത്തെന്താ ദേവത? മഹാവിഷ്ണു ആണോ? കാളിയായിരിക്കും. ആണോ? അല്ല, ശ്രീ പരമേശ്വരനാണോ? നമ്പൂരിമാരില്ലാത്തെന്താ ദേവത? സാക്ഷാൽ ഭദ്രകാളിയാണ്. അകത്ത് ശാക്തിയും പുറത്ത് ഗുരുതി ഇന്നും ചെയ്യുന്ന നമ്പൂരിമാരില്ലുണ്ട്. അവർ ചെയ്യുന്നില്ലെങ്കിൽ ഇവിടുത്തെ പിടാരകന്മാർ, മൂസതുമാർ, അടികമാരെന്ന് പറഞ്ഞ കാശ്മീരി ബ്രാഹ്മണന്മാരെ കൊണ്ട് അവർ കർമ്മം ചെയ്യിക്കുന്നുണ്ട്. മഹാവിഷ്ണുവും പരമേശ്വരൻ എന്നല്ല. നിങ്ങൾ നിത്യം ഒരു ശിവക്ഷേത്രത്തിൽ പോവുക, നിത്യം ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. നിങ്ങൾ ഓരോ കാര്യം പ്രാർത്ഥിക്കുക. എത്ര നാൾ കൊണ്ട് നിങ്ങളെ കാര്യം നടക്കും?
നിങ്ങൾ കൗള സമ്പ്രദായ പ്രകാരം ആരാധന കാളിൻ്റെ ആരാധന നടത്തുന്ന ഒരു സ്ഥലത്ത് പോവാം. നിങ്ങൾ കാര്യം പ്രാർത്ഥിക്കുക, നിങ്ങൾ ബസ് കയറി വീട്ടിലെത്തുന്ന മുന്നേ കാര്യം നടക്കും. മറ്റേത് നിങ്ങൾ 3 കൊല്ലം പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിക്കലേ ഉണ്ടാവും. ജലധാരയും കൂവളമലും കുറ്റം പറയുന്നതല്ല, അവിടെയും ആരാധനകൾ മാറിയിട്ടുണ്ട്. ഈ ഭാവങ്ങളൊക്കെ പണ്ട് കാലത്ത് ഇതൊക്കെ കാടും പുഴയും കടലൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഈ കിരാത ഭാവത്തിലുള്ള മൂർത്തികളൊക്കെ ആയിരുന്നു. അതെ, മുത്തപ്പനും മുത്തപ്പ കിരാതമൂർത്തി, ശ്രീ പരമേശ്വര പഞ്ചമഹാരങ്ങൾ വെച്ച് മഹാവിഷ്ണുവിനെയും ശ്രീ പരമേശ്വരനെയും പൂജിക്കുന്നുണ്ട്. ഇവർക്കൊന്നും ഇത് വർജ്യല്ലേ. ഏറ്റവും കൂടുതൽ തമോ ഗുണമുള്ള ആള് മഹാവിഷ്ണുവാണ്. നമ്മൾ വലിയ ഇങ്ങനെ പറയുന്നല്ലേ, ഒരു ദേവത നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ചൈതന്യം നശിക്കുന്നതാണ്. ആ ദേവതക്ക് എന്ത് പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കൂ, ചിന്തിക്കൂ. നമ്മൾ അശുദ്ധിയായിട്ട് കയറി അപ്പോഴാ ചൈതന്യം നശിച്ചു പോകുന്നതാണ്. പിന്നെ മതിയല്ലോ. വേറൊരു സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഇത് നശിപ്പിക്കണമെങ്കിൽ എളുപ്പമല്ലേ. ഹിന്ദുവിൻ്റെ ആരാധനകൾ തകടം മറിക്കണേ. നിങ്ങൾ 10 കൊല്ലമായിട്ട് പൂജിക്കുന്ന സ്ഥലത്ത് വേറെ ആരെങ്കിലും ഒന്ന് കയറിയിട്ട് എന്തെങ്കിലും മൂരിച്ചോര അല്ലെ കോഴിച്ചോര ഒഴിച്ചിട്ട് നശിപ്പിക്കുന്നതാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ചൈതന്യത്തിൽ പൂജിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് ഊർജ്ജമാണ്. ഈ ഊർജ്ജം എങ്ങനെയാണ് നശിക്കുക? ഒരിക്കലും നശിക്കൂല. ഇത് പ്രാപഞ്ചിക ഊർജ്ജമാണ്. ഇതിന് ബ്രഹ്മാണ്ടം എന്ന് പറയും. ഇത് പിണ്ഡാണ്ടമാണ്. ഇത് ക്ഷേത്രം, പ്രകൃതിയുള്ള ഊർജത്തിൻ്റെ പ്രതിസ്ഫുരണം. ഇത് തന്നെയാണ് നമ്മുടെ ശരീരവും. സാധക ദേഹമാണ് ക്ഷേത്രം. ഒരു സാധകന്റെ ശരീരത്തിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഒരു ക്ഷേത്രത്തിലും വേണമെന്നാണ്. ഷടാധാര പ്രതിഷ്ഠയുള്ള മഹാക്ഷേത്രങ്ങളിലായാലും കൃത്യമായിട്ട് ദേവന്റെ ഭാവം നമ്മൾ മനസ്സിലാക്കണം. ഒരു ദേവതമാരും നമ്മുടെ സ്പർശനം കൊണ്ടോ പാവങ്ങൾ കൊണ്ടോ, കേരളത്തിലാണ് ഈ ക്ഷേത്രങ്ങളിലൊന്നും പുറത്തുള്ള ആൾക്കാരെ കയറ്റാത്തത്. ബാക്കി കേരളത്തിന് പുറത്ത് എവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അഭിഷേകം ചെയ്യാം, ആരാധന നടത്താം. കാശിയിലൊക്കെ പോയാൽ നമുക്ക് എല്ലാ സ്ഥലത്തും കയറി ആരാധന നടത്താം. ഏത് ലിംഗമായാലും ആരാധന നടത്താം. ഏത് വിഷ്ണുവിനെയും കൃഷ്ണനെയും രാമനെയും സീതനെ ആരവനെയും പൂജിക്കാം. ഇവിടെ മാത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഹിന്ദുക്കൾ ദേവതാഭാവത്തുനിന്ന് വിട്ടു പോകുന്നത്. ഇന്നിപ്പം ഒരുവിധ സ്ഥലത്തൊക്കെ ഈ കുലാചാരങ്ങളൊക്കെ നശിച്ചു. ഹിന്ദുക്കളൊക്കെ ദുരിതത്തിലായി. സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു. ബാക്കിയുള്ള ആൾക്കാർ ലഹരിയിൽ അടിമപ്പെടുന്നു. കേരളത്തിലെ ഹിന്ദുവിന് അഭിവൃദ്ധിയില്ല. ദിവസം കഴിയുന്നവർ ബാക്കിയുള്ള സമുദായത്തിൽപ്പെട്ട ആളുകളുടെ കടകളിൽ ഹിന്ദു സ്ത്രീകൾ ജോലിക്കാണ്. കേരളം നിറച്ചു നോക്കൂ. ഓരോ അങ്ങാടികളും നോക്കൂ. വാഴുക തെരു കഴിഞ്ഞൊരു പട്ടണം വാഴുകാന്നാ. തെരുവ് കഴിഞ്ഞാൽ അടുത്ത പട്ടണം. ആ പട്ടണം നോക്കൂ, എല്ലാം അന്യ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ കയ്യിലായി. ഇത് നമ്മുടെ ആരാധനകൾ നശിച്ചത് കൊണ്ട് മാത്രമാണ്. പണ്ട് കാലത്ത് അങ്ങനെയല്ലായിരുന്നു. നിങ്ങൾ വീണ്ടും കുലാചാരങ്ങൾ പ്രൊമോട്ട് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ഇത്തരം ആരാധനകൾ തിരിച്ചു കൊണ്ടുവരൂ. ഉറപ്പായിട്ട് പറയുന്നു, കൊടുങ്ങല്ലൂർ അമ്മയുടെ നാമത്തിൽ പറയുന്നു, ഹിന്ദുക്കൾ അഭിവൃദ്ധിപ്പെടും. അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ അഖണ്ഡനാമ ജപമോ അല്ലെങ്കിൽ സപ്താഹങ്ങളോ നടത്തിയിട്ട് കേരളത്തിൽ കാര്യമില്ല. കേരളത്തിൽ ഭദ്രകാളിനെ തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. കാളിക്ക് ചോര കൊടുത്തേ പറ്റൂ, വെട്ടിക്കൊടുത്തേ പറ്റൂ. എന്ത് പറഞ്ഞാലും അതിനനുസരിച്ച് പൂജിക്കുന്നവർക്ക് അതിൻ്റെ അഭിവൃദ്ധിയുണ്ട്. അങ്ങനെ ചെയ്തേ പറ്റൂ. അങ്ങനെ വഴിയൊരുക്കുന്നവർക്ക് കൃത്യമായിട്ട് കർമ്മങ്ങൾ പഠിപ്പിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളും പ്രതിഷ്ഠകൾ നടത്താനും കുടിവെപ്പ് സമ്പ്രദായത്തിൽ ചെറിയ രീതിയിൽ എങ്ങനെയെല്ലാം ചെലവ് കുറഞ്ഞ് ഈ ദേവിനെ ആരാധിക്കണമെന്ന് കൃത്യമായിട്ട് നമ്മൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പോയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആർക്കും വിളിക്കുക, ഇത് പഠിക്കാനുള്ള ആർക്കും ദേവതൻ്റെ ഉപാസന സ്വീകരിക്കുക. കാളി ഉപാസന പുണ്യമാണ്. അതിലും വലിയൊരു ഉപാസന ഇല്ല. അത്രേ പറയാനുള്ളൂ. ഈ കുടുംബക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത്തരത്തിൽ ചെയ്തു പോയ ആളുകളുണ്ടല്ലോ. അതായത് ക്ഷേത്രം നമ്പൂതിരിമാർ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ജ്യോത്സ്യൻ പറഞ്ഞിട്ട് ആ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹം പട്ടിൽ പൊതിഞ്ഞ് വെള്ളത്തിൽ കൊണ്ട് കളഞ്ഞ് ഉപേക്ഷിക്കുന്ന രീതി, അല്ലെങ്കിൽ ഇപ്പോൾ കൊടുങ്ങല്ലൂർ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന രീതി, അങ്ങനെ ചെയ്തു പോയ ആളുകൾ അതിന് പരിഹാരമായിട്ട് ഇനി എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ആ ചെയ്തു പോയ ആൾക്കാരെ എടുക്കാം. ദുരിതമായിരിക്കും അവരുടെ കുടുംബത്തിൽ. അവർ അങ്ങോളം ഇതിനെന്ത് ചെയ്യണമെന്ന് ഓടി നടക്കുന്ന ഒരുപാട് ആൾക്കാർ കേരളത്തിൽ തന്നെ ഉണ്ട്. അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഭൂമിയിൽ വെച്ചിട്ട് ഒരു പ്രശ്നചിന്ത നടത്താം. ഒരു മന്ത്രസിദ്ധിയുള്ള ആളെ കൊണ്ട് പ്രശ്നചിന്ത നടത്താം. ജ്യോതിഷൻ ഉപാസകനായിരിക്കണം. നല്ല ഉപാസനയുള്ള ആളെ വേണം. അങ്ങനെ വേണം നമ്മുടെ നാവിലും മനസ്സിലും ഒക്കെ ദേവത തെളിയാൻ. ആ ഉപാസനയുള്ള ആളെ കൊണ്ട് കൃത്യമായിട്ട് ആചാരങ്ങൾ മാറ്റാൻ പ്രൊമോട്ട് ചെയ്യാത്ത ആളെ കൊണ്ട്, കുലാചാരങ്ങൾ പറയുന്ന ആൾക്കാരെ കൊണ്ട് പ്രശ്നം വെപ്പിക്കുക. അത് ഇത്തരം കാര്യങ്ങൾ അറിയുന്ന ഒരു പൂജാരിനെയും ഒരു തന്ത്രിനെയും കൂടി വിളിക്കണം. എന്നിട്ട് അവരുടെ അഭിപ്രായ മുഖാന്തരം കൃത്യമായിട്ട് പ്രശ്നം വെച്ചാൽ പ്രശ്നത്തിൽ ഏതൊക്കെ ദേവതയാണോ അതിനെങ്ങനെയൊക്കെയാണ് ആരാധിക്കേണ്ടത് ആ മുന്നേ ആരാധിച്ച രീതിയിൽ ചെറിയ രീതിയിൽ ഒരു പീഠങ്ങളോ മണ്ഡപങ്ങളോ അല്ലെങ്കിൽ മണിത്തറകളോ വെച്ച് ആ ഈ ഭഗവതിനെ ആരാധിച്ചേ പറ്റൂ. എല്ലാ തരത്തിലുള്ള ദുരിതമാണ്. നിത്യവും പൂജയും കർമ്മങ്ങളും അല്ലെങ്കിൽ നിവേദ്യങ്ങളും ഒന്നും വേണമെന്നില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുത്താൽ മതി. കാരണം നമ്മുടെ ഉള്ളിലുള്ളതാണ്. അവർ നമ്മൾ പറഞ്ഞാൽ കേൾക്കും. അല്ലാണ്ട് നമ്മൾ ഒരു ക്ഷേത്രത്തിലും പോയിട്ട് കാര്യമില്ല. ദുരിതം തീരൂല, ഉറപ്പാണ്. ഇപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു രഹസ്യമായിട്ട് പറയുന്നത്, കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് മറ്റൊരു രഹസ്യ അറയുണ്ട്. ആ അറയിലായിരുന്നു പണ്ട് പൂജയും കാര്യങ്ങളും എല്ലാം നടന്നിരുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു അറ യഥാർത്ഥത്തിലുണ്ടോ? ഉണ്ട്. 80 വർഷങ്ങളായി ഇപ്പോൾ അത് പൂട്ടിയിരിക്കുന്നു. പൂജകളില്ല. ആ അറയിലാണ് അമ്മ
ശരിക്കും സാക്ഷാൽ പ്രതിഷ്ഠ പടിഞ്ഞാട്ടാണ്. പൊന്ന് ശ്രീപീഠത്തുമ്പോൾ അരമുറിക്ക് വെള്ളി ശ്രീപീഠത്തുമ്പോൾ കാലം വെച്ച് പടിഞ്ഞാറ് പാൽക്കടൽ നോക്കിയിരിക്കണം അമ്മ. അതിലാണ് ശ്രീ മഹാമേരു ചക്രവും ശ്രീ ചക്രവും സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് വരാനുള്ള വഴിയാണ് കിഴക്കേ നടയിലുള്ള കരിങ്കല്ലുകൊണ്ട് കിട്ടിയേക്കുന്നതിൻ്റെ ഉള്ളിൽ കിഴപ്പോട്ട് നടന്നു വരാവുന്ന ഗുഹ. അതൊക്കെ ഇപ്പോൾ ഇടിഞ്ഞ് എല്ലാം പോയി. അതെന്തുകൊണ്ടാണ് ഇപ്പോൾ ആരും നോക്കാതെ കാണാതെ? അത്രയും പഠിച്ചവരൊന്നുമില്ല. ഇന്നതൊരു ബിസിനസ് അല്ലേ, ഇന്നൊരു കച്ചവട മാർഗ്ഗമല്ലേ ഇത്. അത്രയും ത്യാഗം കൊണ്ട് പഠിച്ച് അതിന് വേണ്ടി പൂജ ചെയ്യാൻ പറ്റിയിരുന്ന ആരാ ഉള്ളത്? അന്ന് പറയുമ്പോൾ 4 തന്ത്രിമാർ ക്ഷേത്രത്തിനുണ്ട്. ആരും മതി 80 വർഷമായി അടച്ചിട്ട്. 80 വർഷമായി അടച്ചിട്ട് അതുവരെ അതിൽ കൃത്യമായി പൂജ നടന്നിരുന്നു. അതിൻ്റെ അനർത്ഥങ്ങളും ദുരിതങ്ങളും ശരിക്കും ഇപ്പോൾ കുടുംബക്ഷേത്രത്തിൻ്റെ ദുരിതം വന്നു കഴിഞ്ഞാൽ ഈ തട്ടകത്തുള്ള എല്ലാവരും അനുഭവിക്കണം. അപ്പോൾ നമ്മുടെ ദേശത്തൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിന് ദുരിതം വന്നാൽ അതെല്ലാവരും അനുഭവിക്കണം. ഈ ദേശത്തുള്ള ആളുകൾ വരെ അനുഭവിക്കണം. അതാണല്ലോ അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇത് തുറക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ? ഇനി തുറക്കാനൊരു വഴി വെച്ചപ്പോൾ ഇത് സർക്കാരാണല്ലോ നടത്തുന്നത്. പിന്നെ അതിനനുസരിച്ച് പഠിച്ച മന്ത്രസിദ്ധിയുള്ളവർ വേണ്ടേ, ഉപാസന എടുത്തവർ വേണ്ടേ, ആരുള്ള? അവിടെ എങ്ങനെയായിരുന്നു പൂജ നടന്നുകൊണ്ടിരിക്കുന്നത്? ദിനപൂജയാണോ അതോ വർഷത്തിലൊരിക്കൽ ഉണ്ടായിരുന്ന പൂജയായിരുന്നു? കാവ് തീണ്ടി നടടച്ചു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് പൂർവീര് പറഞ്ഞ പ്രകാരം കാവ് തീണ്ടി നടടച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് രഹസ്യ പൂജ നടക്കുന്നത് അതിലൂടെയാണ്. ഒരു തീവെട്ടി പൂജാദ്രവ്യങ്ങളായിട്ട് തിരുമേനിക്ക് നടന്ന അടിയിൽ കൂടെ പോകാമായിരുന്നു. അപ്പം അതൊന്നുമില്ല. പിന്നെ ക്ഷേത്രം ആന പ്രതിഷ്ഠം വെക്കില്ല, ഈ തുരം കൊള്ളതിൻ്റെ പേരിൽ ഇടിയുന്നതിൻ്റെ പേരിൽ. ഇന്നിപ്പോൾ ടോറസ് തൊട്ട് വലിയ വണ്ടികളൊക്കെ അതിലെ കറങ്ങിയ സാധനങ്ങളൊക്കെ ക്ഷേത്രത്തിലേക്കുള്ള മണ്ണും കല്ലൊക്കെ കൊണ്ടുവന്നിരുന്നു. ഇതൊക്കെ ഇടിഞ്ഞു പോയില്ലെന്ന് ആർക്കും അറിയില്ല. ഇതിനെക്കുറിച്ച് ഇപ്പോൾ ആരും ചിന്തിക്കുന്നില്ല. അതായത് അതിൻ്റെ ഭൂമിക്കടിയിലുള്ള ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ചെമ്പാണെങ്കിലും ഭഗവതിയുടെ വാളാണെങ്കിലും അതെല്ലാം നശിച്ചു പോയി കാണും. ക്ഷേത്രം ഉണ്ടാവും, പക്ഷെ അതിലേക്ക് വരാനുള്ള വഴിയൊക്കെ പോയി. ഇപ്പോൾ ഇവിടെയുള്ള ആളുകളെല്ലാം കൂടെ കൂടിച്ചേർന്നത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ എന്തെങ്കിലും ചെയ്തുകൂടെ? 4-5 പ്രാവശ്യം വലിയ ദേവപ്രശ്നം നടത്തിയ ക്ഷേത്രത്തിൽ ആ ഷാർത്ത് മേടിച്ചുകൊണ്ട് വെക്കല്ലാതെ അതിനൊരു പരിഹാരകർമ്മം ചെയ്യാത്തൊരു ക്ഷേത്രമാണത്. ആകെ ഒന്ന് ചെയ്തു, ആ ഗണപതിനെ കുളത്തിൽ നിർത്തി കരക്ക് കയറ്റിച്ച് 3 ഭണ്ണാരം വെച്ചു, അതൊരു വരുമാനമായി. 2 ഈ ക്ഷേത്രത്തിന് കണ്ടതായിട്ടുള്ള ദുരിതങ്ങൾക്കും കാര്യങ്ങൾക്കും ഒരു പരിഹാരവും ഇന്നുവരെ ചെയ്തിട്ടില്ല. അന്ന് ആ സമയത്ത് പ്രശ്നം വെച്ചത് ആളൂർ ശർമ്മയായിരുന്നു. അദ്ദേഹം എഴുതി കൊടുത്ത ഷാർത്ത് പ്രകാരം ഒരു പൂജയും നടക്കാത്തൊരു ക്ഷേത്രമാണ്. ഇപ്പം നമുക്ക് ഈ ഭരണിക്ക് ഇപ്പോൾ ഈ കണ്ടതാറിൽ ഇത്രയും അനർത്ഥങ്ങളും വില്യംബരെയും മരിക്കുകയും വരെയും ചെയ്തിട്ട് ഒരു ദേവപ്രശ്നത്തിന് തയ്യാറാവുന്നില്ലല്ലോ. ദേവപ്രശ്നം നടത്തിയിട്ടില്ല. ഇല്ല. ഇവിടെ ആളൂർ ശർമ്മ പ്രശ്നം വെച്ച സമയത്ത് വെടി വഴിപാട് നിയമവെടി മാത്രം മതി എന്നാണ് പറഞ്ഞത്. പുലർച്ചെ 3 മണിക്കുള്ള വെടി, കാലത്ത് 7 മണിക്കുള്ള വെടി, ഉച്ചയ്ക്ക് 12 മണിക്കുള്ള വെടി, വൈകിട്ട് 4 മണിക്കുള്ള വെടി, രാത്രി 8 മണിക്കുള്ള വെടി. അമ്മയ്ക്ക് വെടി ഒരുപാട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അവിടെ എഴുതി വെച്ചേക്കുന്നതാണ് ഭഗവതിയുടെ ഇഷ്ട ഒരുപാട് വെടി. 1. 2ാമത് അമ്മയ്ക്ക് അവിടെ തകിട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഫ്രെയിം ചെയ്ത് ഏലസുകൾ കൊടുക്കരുതെന്ന് പറഞ്ഞു. അതിപ്പോഴും കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഇല്ലാണ്ടിരുന്നൊരു വഴിപാടാണ് വാളും ചരം കൊടുത്ത ആൾക്കാർ. ആ വാളിന് ഒരു ദിവസം 1000 പ്രാവശ്യം ഒരു വാള് തന്നെ അമ്പലത്തിന് കറങ്ങിയിട്ടിരിക്കും. ഓരോരുത്തരെയും കൊണ്ടുപോകും, അത് അവിടെ നിന്ന് തിരിച്ചുവിടെ വരും, വീണ്ടും അത് കൊണ്ടുപോവുകയാണ്. അതൊരു ബിസിനസ്സായി. ഇതെല്ലാം ചെയ്യരുന്നത് ദേവപ്രശ്നത്തിൽ കണ്ടു. അത് തന്നെയാണ് ഇവരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രപാലിന് 108 കുടം വെള്ളം വേണം. അതെങ്ങനെ? ക്ഷേത്രപാലിൻ്റെ സൈഡിൽ കൂടി മുകളിലേക്ക് പടിയുണ്ട്, അതുകൊണ്ട് കയറിയിട്ട് വേണം സരസിലൂടെ ഒഴിക്കാനായിട്ട്. അന്ന് ദേവപ്രശ്നത്തിൽ കണ്ട 6 കുടം വെള്ളമാണ് ഇവർ ഒഴിക്കണത്. 108 വസ്ത്രം ഉടുപ്പിക്കണം. ഭഗവാന്റെ നേദ്യങ്ങൾ ഇതൊന്നും കൃത്യമായ രീതിയിലല്ല പോകുന്നത്. വസൂരിമാലയ്ക്ക് പൈപ്പിൽ നിന്നിട്ടാണ് വസൂരിമാലിനെ കുളിപ്പിക്കുന്നത്. ഇവരെല്ലാവരും ഓരോരുത്തരെയും വിളിച്ചു നിർത്തി അദ്ദേഹം ചോദിച്ചപ്പോൾ ഇവർക്ക് ആർക്കും പറയാൻ മറുപടികളുണ്ടായിരുന്നില്ല. അതിപ്പോഴും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിൻ്റെ ദുരിതങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വസൂരിമാലയിലേക്കുന്ന സ്ത്രീകൾക്ക് കുടുംബത്തിൽ ഒരെണ്ണത്തിനും സമാനമില്ല. ഉള്ള കുട്ടികളാഴ്ച മന്ദബുദ്ധികൾ, രോഗാനർത്ഥങ്ങൾ, മൃത്യു, മരണ ഉള്ളിലുള്ള പൂജ ചെയ്യുന്ന അടികന്മാരെ കുടുംബങ്ങൾ. അതെ, അടികന്മാരുടെ കുടുംബത്തിനും പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നങ്ങൾ തന്നെ. 4 ഇല്ലങ്ങളിൽ ഇപ്പം നശിച്ചു. അവര് അതായത് കൊടുങ്ങല്ലൂർ അമ്മയെ പൂജ ചെയ്യുന്ന അടികളുടെ കുടുംബവും നശിച്ചു. പൂജിക്കുന്ന മേഴത്തൂർ അഗ്നിഹോത്രി ഇല്ലത്തിലെ അടികന്മാരാണ് ഇവിടെ പൂജ നടത്തുന്നത്. പണ്ട് കാലം തൊട്ട് രാജഭരണകാലത്ത് അവരാണ് അടികളാണ് പൂജിക്കുന്നത്. ഇവർക്കും ദുരിതങ്ങളാണ്. എല്ലാം ആ ശാസ്ത്രീയമായ വിധിപ്രകാരം കാര്യങ്ങൾ ചെയ്യണ്ടേ? അതാണല്ലോ വേണ്ടത്. എന്താണെങ്കിലും ഒരുപാട് നന്ദി. നമസ്കാരം.